ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഫുള്ളായിട്ട് ഓക്കെയാണ്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം. അതുപോലെ ഇതിനായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ എണീറ്റിട്ടാകെ ബോറൊക്കെ അടിച്ചൊക്കെ നിൽക്കുകയാണ് ഗായ്സ്. ഓക്കെ, എന്താണെന്ന് അറിയണോ, ഒടുക്കത്തെ ബോറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും താഴോട്ടൊക്കെ ഇറങ്ങി എന്തായാലും പോവാം. ഓക്കെ, പിന്നെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മളെന്തായാലും കുറേ ആഘോഷമൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് കിട്ടിയ 2 സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഓക്കെ, അച്ഛൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ പോർഷയും കാര്യങ്ങളൊക്കെയാണ്, സീൻ വണ്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ മഹേന്ദ്രയുടെ ബലേറോ ആണ്. ഓക്കെ, ഇത് 2 കിടിലനാണ്. 2 ഇതായിട്ട് ഓടിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് 2 ഒന്ന് ഓടിച്ചത് ഫസ്റ്റ് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്കല്ലെങ്കിൽ പിന്നെ ഓടിച്ചെന്നാലും നോക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ടൈമും കാര്യങ്ങളൊക്കെ ഇല്ല. ഓക്കെ, നമ്മൾ അച്ഛൻ രാവിലെ തന്നെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചോക്കെ. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം എന്താണെന്ന് ബാക്കി സംഭവങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഫൈനലി ഇവിടെ ഇപ്പോൾ എന്നാലും അച്ഛനോട് ഞാൻ കുറേ നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അച്ഛൻ എന്തിനാണ് എന്നെ രാവിലെ തന്നെ വിളിച്ചതെന്ന് വെച്ചാൽ ഒരു സംഭവം പറയാനാണ് ഗൈസ്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും എന്തായാലും ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളതിൽ ഫോർച്യൂണർ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോ ഉണ്ട്, താറുണ്ട്, തീർന്നിട്ടില്ല ഇനി ഫ്രണ്ടിലുണ്ട്. പിന്നെ നമ്മുടെ അതിലാണെങ്കിൽ 2 അടിപൊളി സൈക്കിളുകളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ബൈക്കുണ്ട്. നമ്മുടെ കവാസാക്കി നിഞ്ച ZX ആണ്. ആ 2 ഉണ്ട്. ഒന്ന് എൻ്റെയാണ്, ഒന്ന് അച്ഛൻ്റെയാണ്. പിന്നെ RC ഉണ്ട്, R15 ഉണ്ട്, പിന്നെ ഡ്യൂക്കുണ്ട്. അങ്ങനെ കുറേ ബൈക്കുകളുണ്ട്. പിന്നെ കാറുകൾ ഇനിയും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഫോർഡിൻ്റെ എൻഡവർ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മുടെ ഫെറാറി ഇതാണ്, ഇത് അച്ഛൻ്റെ ഫെറാറി ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ബർത്ത്ഡേയും ഗിഫ്റ്റായിട്ട് കിട്ടിയ വണ്ടികളൊക്കെയാണ് ഈ ഒരു പോർഷെ. പിന്നെ ബലേറോ ഉണ്ട്. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ ആ ഒരു ഫോർച്യൂണർ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിലല്ലാതെ തന്നെ GTR ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ കയ്യിലൊരു 2 ലംബോർഗിനി ഉണ്ട്. പിന്നെ ഏതാണ് 2 സൂപ്പറേ എന്തായാലും ഉണ്ട്. വേറെയും കുറേ വണ്ടികളല്ല നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും വണ്ടികളും ഞാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് നല്ലൊരു വണ്ടി ഞാനൊക്കെ നമുക്ക് സത്യത്തിൽ വേണം ഗൈസ്. ഓക്കെ, സത്യത്തിൽ വെച്ചാൽ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാനായിട്ടൊരു ഫാമിലി വണ്ടികളൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ല സത്യത്തിൽ. ഓക്കെ, നമ്മുടെ വീട്ടിലാണ് ഈ ഫാമിലി വണ്ടി നിറച്ചെന്തായാലും കിടപ്പെന്തായാലും ഉണ്ട്. ഒന്ന് നമ്മുടെ അങ്കിളിൻ്റെ ഫോർച്യൂണർ, നമ്മുടെ ബലേറോ, പിന്നെ നമ്മുടെ ഏതാണ് എൻഡവർ, ഫോർഡിൻ്റെ എൻഡവർ, നമ്മൾ മറ്റേ റേസറിൻ്റെ എടുത്ത, പിന്നെ നമ്മുടെ ഫോർച്യൂണർ. അതല്ലാതെ തന്നെ നമ്മളതിലൊരു ലെജൻഡറും ഉണ്ട്. പക്ഷെ അത് അങ്ങ് ഇതിവിടെ കിടക്കുകയാണ്. എൻ്റെ പേരത്തോടെ പോലീസ് സ്റ്റേഷനിൽ കേസിൻ്റെ ഭാഗമായിട്ട് കിടക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്കോർപ്പിയോ, പിന്നെ നമ്മുടെ താറൊക്കെ. പക്ഷേ താറ് എന്തായാലും ഫാമിലി വണ്ടികളൊക്കെയാണ്. താറ് വെച്ച് കുറേ ഗുണങ്ങളുണ്ട്. ഓഫ് റോഡ് പോകാം, കുറേ പരിപാടികളുണ്ട്. ഓക്കെ, നല്ലൊരു വണ്ടിയാണ് താറെന്ന് വെച്ചാൽ. ഓക്കെ, ഇത്രയും വണ്ടികളുണ്ട്. പക്ഷേ ഇതെല്ലാം എൻ്റെയാണ് സത്യത്തിൽ. അച്ഛൻ്റെ നല്ലൊരു ഫാമിലി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടികളൊക്കെ ഇല്ല. അപ്പോൾ അച്ഛൻ നമ്മളോട് എന്നാലും പറയും നമുക്ക് നല്ലൊരു അടിപൊളി ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു നല്ലൊരു വണ്ടികളൊക്കെ എടുക്കണമെന്നാണ് നമ്മുടെ അച്ഛനുകളൊക്കെ പറയണം. അതിനായിട്ട് നമുക്ക് എന്തായാലും SUVയുടെ ഷോറൂംസിലുകളൊക്കെ പോയി നല്ലൊരു അടിപൊളി ഒരു വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്യാന്നാണ് നമ്മുടെ അച്ഛനുകളൊക്കെ എന്തായാലും പറയണതൊക്കെ. ഏത് വണ്ടി എടുക്കണമെന്നൊരു പിടിയും തന്നെ എന്തായാലും ഇല്ല അച്ഛൻ്റെ മനസ്സിൽ. പക്ഷേ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ഫോർച്യൂണർ അല്ല, ലെജൻഡറാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലെജൻഡർ ഉണ്ട്. പക്ഷെ അത് കേസിൻ്റെ ഭാഗമായിട്ട് കിടക്കണം. പക്ഷെ അത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്. അച്ഛൻ്റെ വണ്ടിയല്ല, അത് നമ്മുടെ വണ്ടികളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ ആകെയുള്ള സ്വന്തമായിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു ഫെറാറിയാണ്. ഓക്കെ, അച്ഛൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇതെല്ലാം ഉണ്ടായിട്ട് ഈ ഫെറാറി മാത്രമേ ഉള്ളൂ. നമ്മളതിൽ മുമ്പ് ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു.
അത് ഇതേപോലത്തെ മോഡലാണ്. പക്ഷെ ഇതിനേക്കാളും പഴയ ഫോർച്യൂണർ ഏതൊക്കെയാണ് അതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കൂടെ പുതിയതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനേക്കാൾ നല്ല പഴയതായിരുന്നു ആ വണ്ടിക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പഴയതൊന്നും അല്ലായിരുന്നു. നമ്മളതിൽ മുമ്പ് ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, അതിനെ കൊടുത്തിട്ടാണ് നമ്മൾ അച്ഛൻ എന്താ ഈ ഒരു ഫെറാറി എടുത്തു. പക്ഷേ ഈ ഫെറാറിയിൽ എല്ലാവർക്കും കൂടെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, ഈ വണ്ടി ആകെ 2 സീറ്ററിങ് ഇളകാണ്, ഇതൊരു സ്പോർട്സ് കാറാണ്. അപ്പോൾ അച്ഛൻ പറയണ ഈ വണ്ടിയെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരു പുതിയൊരു വണ്ടി എടുക്കാമെന്നാണ് നമ്മുടെ അച്ഛനും കണക്ക് പറഞ്ഞത്. പക്ഷെ ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നല്ലൊരു കാറാണ്, ഇത് കൊടുക്കുകയെന്ന് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് പുതിയൊരു വണ്ടി എടുക്കാമെന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കാതെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ മെയിനായിട്ട് ആ വണ്ടിയായിരിക്കും എടുക്കുന്നത്, നമ്മുടെ ന്യൂ ആയിട്ട് എടുക്കാനായിട്ട് പോണതൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും പോയി നമ്മളെന്തായാലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും രാവിലെ തന്നെ മാറ്റിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മൾ പിന്നെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ബാഗിൻ്റെ അകത്ത് നിറച്ച് ക്യാഷാണ്, നമ്മുടെ അച്ഛൻ തന്ന ക്യാഷാണ്. ഇതൊന്നും നമ്മുടെ ക്യാഷല്ല, ഇതെല്ലാം നമുക്ക് അച്ഛൻ തന്നെയാണ്. നമുക്ക് നല്ലൊരു വണ്ടികളൊക്കെ എന്തായാലും നോക്കണം. അപ്പോൾ അച്ഛൻ എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ SUVകളുടെ ഷോറൂമിലോട്ട് എന്തായാലും നമുക്ക് എന്തായാലും പോകാം. അച്ഛൻ എന്തായാലും കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അച്ഛൻ എന്തായാലും കുളിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോകെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ അച്ഛനും ഞങ്ങളൊക്കെ ഫൈനലി എന്തായാലും വന്നിട്ടുണ്ട്. അച്ഛൻ എന്തായാലും ഫുള്ളായിട്ട് അച്ഛനും കൂടെ കുറച്ച് ക്യാഷുകളൊക്കെ എടുത്ത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അല്ലാതെ മെയിനായിട്ടുള്ള ക്യാഷുകളൊക്കെ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ അകത്താണ്. അപ്പോൾ എല്ലാം നമ്മളെന്തായാലും സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട്. അച്ഛൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് എൻഡവറിൽ പോകാമെന്നാണ് അച്ഛൻ എന്തായാലും പറയണം. അപ്പോൾ അച്ഛൻ എന്തായാലും എൻഡവറിൻ്റെ അത് എന്തായാലും ഇരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ബൈക്കൊന്ന് എടുത്ത് മാറ്റട്ടെ, നമുക്ക് അല്ലെങ്കിൽ ആ എൻഡവർ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഈ ബൈക്ക് എന്തായാലും അങ്ങോട്ട് നീക്കിയിടണം, അല്ലെങ്കിൽ നമുക്ക് അതെടുത്തുകൊണ്ട് പോകാനായിട്ട് എന്തായാലും പറ്റത്തില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും നീക്കിയിടാം. നമ്മൾ നല്ല ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഈ വണ്ടിയെ പാർക്ക് ചെയ്തേക്കണം. നമുക്ക് ഇതങ്ങോട്ട് നീക്കിയിടാം. ഞാൻ പിന്നെ എല്ലാ വണ്ടികളും ഇന്നലെ തന്നെ എന്തായാലും രാത്രി തന്നെ ഞാൻ കുത്തിയിരുന്ന എല്ലാ വണ്ടിയും കറക്റ്റായിട്ട് ഓർഡറിൽ പാർക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച്. അയ്യോ, നമ്മുടെ R15 വീണ്, കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. ഇവിടെ സ്ഥലമല്ല കേട്ടോ വയ്ക്കാനായിട്ട് കറക്റ്റായിട്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് RCയും കൂടെ ഒന്ന് മാറ്റണം, എന്നാലേ നമുക്ക് അത് എടുത്തോണ്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ വണ്ടികളൊക്കെ തട്ടുക. അയ്യോ, നമ്മുടെ RC തെറിച്ച് വിടുന്നത്. നമുക്ക് ZX10R എടുത്ത് മാറ്റണം, നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കിയിടാം. ബൈക്ക് നമ്മൾ വലുതായിട്ടൊന്ന് ഒതുക്കി വെച്ച്. നമ്മൾ കാറുകളാണ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒതുക്കി വെച്ചത്. നമ്മുടെ RC തന്നെ തെറിച്ച് വിടുന്നത്. കുഴപ്പമില്ല, വണ്ടിക്ക് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ ഈ ഒരു വണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു RC ആണ്. നമുക്ക് നല്ലൊരു ബൈക്ക് എടുക്കണം ഗൈസ്. അത് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് നല്ലൊരു ബൈക്ക് എടുക്കണം. നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് നല്ലൊരു ബൈക്കും കൂടെ എടുക്കണം. കാർ നമ്മളതിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് നിറച്ചെന്തായാലും നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട്. നമ്മളതിൽ ഇപ്പോൾ ബൈക്കാണ് കുറവ്. പണ്ട് നമ്മളതിൽ ബൈക്ക് നിറയുണ്ടായിരുന്നു, കാറായിരുന്നു കുറവ്. ഇപ്പം നേരെ തിരിച്ചേ. നമ്മളങ്ങനെ കാറിൻ്റെ കീങ്ങാലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മളെന്തായാലും എൻഡവറിലോട്ട് എന്നാലും നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്. നമ്മൾ ഈ എൻഡവർ സത്യത്തിൽ ഇതുവരെയായിട്ട് നിങ്ങളെ വെച്ച് ഞാൻ എന്തായാലും ഓടിച്ചിട്ട് എന്തായാലും ഇല്ല. ഞാൻ നിങ്ങളെ കാണിച്ചതായിട്ട് ഓടിച്ചിട്ടില്ല, അല്ലാതെ ഞാൻ എന്തായാലും ഓടിച്ചിട്ട് എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും തട്ടാതെ എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കാറുകളൊക്കെ പോയി എടുക്കാം. നമ്മളിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അച്ഛാ, പ്ലാനൊക്കെ എങ്ങനെ? വണ്ടി എടുക്കണ്ടേ? ആ മോനെ, വണ്ടി എടുക്കണം. അയ്യോ, ഇവിടെ വണ്ടി ചെറുതായിട്ട് കുടിഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കറക്റ്റായിട്ട് ഞാൻ എടുക്കട്ടെ. വണ്ടി ഇവിടെ കുടിഞ്ഞു പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ എൻഡവറിങ്ങൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇച്ചിരി പാടായിരുന്നു, വണ്ടിയുടെ അടി ചെറുതായിട്ട് ഇടിച്ചു, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും പോണ ഷോറൂം എന്ന് വെച്ചാൽ ഇച്ചിരി ദൂരവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും നോക്കാം. നമുക്ക് നല്ലൊരു വണ്ടി തന്നെ എന്തായാലും എടുക്കണം. നമ്മുടെ മനസ്സിൽ SUVകളൊക്കെയാണ്. നമ്മൾ എപ്പോഴും പോണ ഒരു ഷോറൂം ഉണ്ടല്ലോ, അവിടെ അല്ല, ഇത് വേറെയാണ്. ഇതെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു ഫ്ലാറ്റിൻ്റെ അടിയിലുള്ളൊരു ഷോറൂമാണ്. നമ്മുടെ കമ്പനിയുടെ ഏകദേശം അടുത്തൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി എന്തായാലും വണ്ടികളൊക്കെ എടുക്കാനാണ് പ്ലാൻ. നമ്മളിപ്പോൾ തന്നെ എടുക്കാനായിട്ടാണ്. എല്ലാം പുതിയ വണ്ടികളാണ്, SUVകളുടെ ഷോറൂം വന്നേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ പിന്നെ പറയണേ എൻഡവർ നോക്കിയാലാന്നാണ് അച്ഛൻ പറയണത്. പക്ഷേ എൻഡവർ ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇതാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞത് ഇത് പോരേന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. പക്ഷെ അച്ഛൻ പറയണത് വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ അച്ഛൻ്റെ കയ്യിലൊരു നല്ലൊരു ഫാമിലി വണ്ടി
ഇല്ലെന്നാണ് അച്ഛൻ പറയണത്. ഓക്കെ, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളല്ല അച്ഛനാണ് വാങ്ങിക്കണം. ഓക്കെ, നമ്മൾ വാങ്ങിച്ചു പറഞ്ഞാണ്, പക്ഷെ അച്ഛൻ കേൾക്കണില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നേരെ എന്നാലും അങ്ങോട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, അവിടെ എത്തിയിട്ട് എന്നാലും ഞാൻ എന്തായാലും കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി എന്തായാലും ഗൈസ് നമ്മുടെ അച്ഛനും ഞങ്ങളൊക്കെ പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ ലൊക്കേഷൻ അറിയായിരുന്നു. ഓക്കെ, ഈ ഒരു ഷോറൂം. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി SUV-യുടെ ഷോറൂമാണ്. SUV പിന്നെ ജീപ്പ് അങ്ങനത്തെ ടൈപ്പിലുള്ള എല്ലാ വണ്ടികളും എന്തായാലും ഇവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ ഇനി ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് അറിയണം, എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, അച്ഛൻ ഉദ്ദേശിക്കണ ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഫോർച്യൂണർ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മളിവിടെ ഇവിടെ നിന്നാണ് കേസ് നമ്മുടെ മറ്റേ ഫോർച്യൂണർ വാങ്ങിച്ചത്. ഓക്കെ, മറ്റേ ഫോർച്യൂണർ ഉദ്ദേശിച്ച നമ്മുടെ മറ്റേ ഒരു നോർമലായിട്ടുള്ള ഫോർച്യൂണർ ഇല്ലേ കേസ്, ഇവിടെ ഓൾഡായിട്ടുള്ള നമ്മുടെ അങ്കിളുടെ കയ്യിലുള്ള ടൈപ്പ് നമ്മുടെ കയ്യിലുള്ളത്, വൈറ്റ് കളർ. ഓക്കെ, അത് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, നല്ല കിടിലൻ വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ലെജൻഡർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അച്ഛന് ഭാഗ്യമുണ്ട്. വേണ്ട, ഇവിടെ ലെജൻഡർ ഉണ്ട്. യെസ് അച്ഛന് ലെജൻഡർ ഇഷ്ടപ്പെടും തോന്നണം. ഓക്കെ, നമുക്ക് എന്തായാലും പോയി അച്ഛനെ പോയി കാറിലൊന്ന് പോയി വിളിച്ചിട്ട് വരാം. അച്ഛൻ കാർ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അച്ഛനെ പോയി എന്തായാലും വിളിച്ചിട്ട് എന്തായാലും വരാം. അച്ഛനോട് വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്തായാലും ഞാൻ എന്തായാലും പറയാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് എന്തായാലും നൈസായിട്ട് എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. മോനെ, ഞാനാണെങ്കിൽ വണ്ടി എന്തായാലും നോക്കട്ടെ, നീ ഇവിടെ നിൽക്കേ. എന്നാൽ ശരി അച്ഛാ. ഓക്കെ, ഞാൻ വണ്ടിയെല്ലാം നോക്കട്ടെ. ഓക്കെ, എൻ്റെ മനസ്സിലുള്ള വണ്ടി എന്ന് വെച്ചാൽ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാണ്. പക്ഷേ നമ്മുടെ മോൻ പറയണ ഇവിടെ അതുണ്ടെന്നാണ്. ഓക്കെ, എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, നമ്മുടെ ഫാമിലി വണ്ടിയായിട്ട് നമുക്ക് അതെടുക്കാം. ഓക്കെ, ഇവിടെ പിന്നെ ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്ത പോലത്തെ ബലേറോ ഉണ്ട്, ഇതെന്തായാലും വേണ്ട. ഓക്കെ, ഇവിടെ അവൻ പറഞ്ഞ ശരി തന്നെയാണ്. ഇവിടെ ലെജൻഡർ കിടപ്പുണ്ട്, പക്ഷെ ഇവിടെ 2 എണ്ണേ ഉള്ളൂ. പക്ഷെ എനിക്ക് വൈറ്റ് വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ബ്ലാക്ക് പക്ഷെ ഇവിടെ ഉണ്ടോ അതോ ഇവിടെ പിന്നെ സാധാ ഫോർച്യൂണർ ഉണ്ട്, അതിൻ്റെ ബ്ലാക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അനിയൻ്റെയിലുള്ളത്. ഓക്കെ, അവൻ്റെ വണ്ടി സീന് വണ്ടിയാണ്. ഓക്കെ, അവൻ്റെ ഒരു കിടുക്കാച്ചായിട്ടുള്ള ബ്ലാക്ക് ഫോർച്യൂണറാണ്. ഓക്കെ, ഇവിടെ ലെജൻഡറി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാണാനായിട്ട് നൈസ് ലുക്കായിട്ട് എന്തായാലും ഉണ്ട്. ഇവിടെ പിന്നെ എൻഡവർ ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ രണ്ടാമത് നോക്കാൻ തന്ന വണ്ടി ഇതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ, ഒരു വണ്ടി ലോക്കല്ല. ഓക്കെ, നമുക്കെന്തായാലും അയാളുടെ അവിടെ ഒന്ന് ചോദിച്ചോക്കെ എല്ലാ വണ്ടികളുടെ ഇൻറ്റീരിയറും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടാണ്. ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും അയാളോട് ചോദിച്ചു, അയാൾ പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ലോക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എല്ലാം തുറന്ന് നോക്കിക്കോ, ഇൻറ്റീരിയറൊക്കെ ഉണ്ടോ, വേണേൽ ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്തോളാണ് അയാൾ പറയണം. ഓക്കെ, ഈ കടയുടെ ഓണർ. ഓക്കെ ഓക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് നമ്മുടെ എൻഡവർ. ഓക്കെ, നമ്മുടെ ആ മോൻ്റെയിൽ ഇരിക്കണത് എൻഡവറാണ്. ഓക്കെ, അവൻ്റെ റെഡാണ്. ഓക്കെ, നമുക്ക് എടുക്കണമെങ്കിൽ വേറെ വല്ല കളർ എടുക്കാം. ഓക്കെ, എൻഡവർ നൈസാണ്. ഓക്കെ, നല്ല കിടുക്കാച്ചായിട്ട് വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഫ്രണ്ടോട്ടൊന്ന് എടുക്കാം. ഓ, നല്ല വണ്ടിയാണ്, ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്, പക്ഷേ ഫോർച്യൂണറും പാട് തന്നെയാണ്. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, നല്ല നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേക സുഖമാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, തട്ടല്ലോ, പുതിയ വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഇവിടെ വണ്ടി തിരിക്കാനായിട്ട് ഇച്ചിരി പാടാണ്. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് വണ്ടി ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ചെറുതായിട്ടും തട്ടി, അത് കുഴപ്പമില്ല. ഫോർച്യൂണർ എടുക്കാനാണ് പക്ഷെ എൻ്റെ ആഗ്രഹം വെച്ചാൽ എനിക്ക് ഫോർച്യൂണറാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, പക്ഷേ എൻഡവർ നൈസാണ്. ഓക്കെ, അവൻ പറയണ ഫോർച്യൂണർ എടുക്കാനാണ്. ഓക്കെ, വെച്ചാൽ എൻഡവർ ഓൾറെഡി നമ്മുടെ ഉണ്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഫോർച്യൂണർ കണ്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ഇത് പക്ഷേ നൈസ് വണ്ടിയാണ്. ഓക്കെ, നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, ഞാൻ അവൻ്റെ വണ്ടി കുറേ ഓടിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്കിതിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഫോർച്യൂണറാണ്. ഓക്കെ, നമുക്ക് അത് തന്നെ എടുക്കാം. ഓക്കെ, ബ്ലാക്ക് കളറൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കെന്തിനും അതിലേക്കൂടെ കൊണ്ടുപോകണം, നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാം. ഓ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറണേ. അല്ല, അതേത് വണ്ടി? അത് കണ്ടിട്ട് ഫോർച്യൂണർ പോലെയാണല്ലോ തോന്നണ.
ഫോർച്യൂണർ ലെജൻഡർ. എനിക്ക് സാധാ ഫോർച്യൂണർ വേണ്ട, അതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, പക്ഷേ അത് വേണ്ട, അത് നമ്മുടെ അനിയൻ്റെയിലും ഉണ്ട്. ഓക്കെ, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ലെജൻഡർ തന്നെ വേണം. ഓക്കെ, അവിടെ ഒരു ലെജൻഡർ പോലത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അതെന്തായാലും നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും മറ്റേ ഏതാണ് ഈ ഒരു ഏതാണ് എൻഡവർ അടുത്തടുത്ത് തന്നെ കൊണ്ടിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ കിടപ്പുണ്ട് കേട്ടോ. സ്കോർപ്പിയോ ഇതെല്ലാം ഒരേ വണ്ടി, ഇതെല്ലാം ഒരേ വണ്ടി. ഓ ഗൈസ്, ഇതിന് വ്യത്യാസമുണ്ട്. ഓ, ഇതെന്ന് വെച്ചാൽ മറ്റേ സ്കോർപ്പിയോയുടെ ക്ലാസിക്കും ഇത് S11. ഓക്കെ, നമ്മുടെ മോനുള്ള വണ്ടി S11 ആണ്. ഓക്കെ, ഇത് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല വണ്ടിയാണ് സ്കോർപ്പിയോ. ഓക്കെ, S11 ആണ് പൊളി. ഓക്കെ, ക്ലാസിക്കിനെക്കാളും. ഓക്കെ, സൂപ്പർ വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ എൻഡവർ ഉണ്ട്, പിന്നെ ഇവിടെ താറുണ്ട്. നിറയുണ്ട്, പക്ഷെ താറ് കാണാനുള്ള കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. ഓക്കെ, നമ്മൾ പറയണ കളർ ഇവിടെ അവർ തരുന്നതാണ്. മോഡിഫൈഡ് താറും ഉണ്ട്, പക്ഷേ എനിക്ക് താറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫോർച്യൂണറാണ്. ഓക്കെ, ഇത് ഫോർച്യൂണർ തന്നെയാണ്. ഓഫ്, ദൈവം ഇട്ട് തന്നെ എനിക്ക് എന്തായാലും ഫോർച്യൂണർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഒറ്റ ഒരെണ്ണയുള്ള ബ്ലാക്ക് കളർ, അതും സ്പെഷ്യൽ എഡിഷനാണ് ഈ ഒരു ഫോർച്യൂണർ. ഓക്കെ, ഇവിടെ കിടക്കണത്. ഓക്കെ, എനിക്കതെന്നാലും നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ വണ്ടി എനിക്ക് തോന്നുന്നു ലോക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്, സ്പെഷ്യൽ എഡിഷനാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ഇത് ലോക്കാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ കീങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ടെന്നാലും വരാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ കീങ്ങളൊക്കെ വാങ്ങിച്ചു. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് വെച്ചാൽ ആരും ഓർഡർ ചെയ്തിട്ടില്ല ഈ വണ്ടി, മിക്കവാറും ഇതിന് പെട്ടെന്ന് ഓർഡർ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഈ വണ്ടി ജസ്റ്റ് എന്തായാലും എടുത്തു വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇത് പുതിയ വണ്ടി എന്നാണ് പറയണത്, ഏറ്റവും പുതിയ വണ്ടി എന്നാണ് പറയണത്. 2 ദിവസം മുമ്പ് വന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ സ്പെഷ്യൽ എഡിഷൻ എന്നാണ് പറയണത് ഫോർച്യൂണറിൻ്റെ. ഓക്കെ, അതും ലെജൻഡറിൻ്റെ. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും അവനെ ഒന്ന് കാണിക്കും. ഓക്കെ, എൻ്റെ ആളി വണ്ടി സൂപ്പറായിട്ടുണ്ട്, വണ്ടി സീന് വണ്ടിയായിട്ടുണ്ട്. ഓക്കെ, എനിക്കിതാണ് ഇഷ്ടം. ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ. ഓക്കെ, ലെജൻഡർ. ഓക്കെ, എന്തായാലും നൈസ് വണ്ടിയായിട്ടുണ്ട്, എന്തായാലും വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. ഓക്കെ, കിടിലൻ വണ്ടിയാണ്. ഓക്കെ, നമുക്കെന്തായാലും അവൻ്റെ കൂടെ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ തിരിക്കുക, എന്നിട്ട് നേരെ നമുക്ക് മറ്റേ ഫോർച്യൂണറിൻ്റെ ഇടയിൽ കൊണ്ട് നമുക്ക് ഇതിനെ ചേർത്തങ്ങ് ഇടാം. ഓക്കെ, നമുക്ക് ബാക്കി വണ്ടികളും കൂടെ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇതെന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കീയും ബാക്കി കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ലോക്കൊന്ന് ജസ്റ്റ് അയാൾ മാറ്റിയേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കീ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, കീ അയാൾ ചോദിച്ച് വേണമെന്ന്, ഞാൻ പറയാം വേണ്ടെന്ന്. ഓക്കെ, കീ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വണ്ടി നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്കിയുള്ള വണ്ടികളും കൂടെ നോക്കാം. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് S11 ആണെന്ന് തോന്നുന്നു. ഇത് S11 ആണ് സ്കോർപ്പിയോയുടെ. ഇതൊന്നും ലോക്ക് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, എല്ലാം അൺലോക്കായിട്ട് കിടക്കണം. ഇനി ഷോറൂമിൻ്റെ അകത്ത് നിറയെ വണ്ടികളുണ്ട്. ഓക്കെ, ഇവിടെ ഇത്രയും വണ്ടികളേ ഉള്ളൂ. ഓക്കെ, ഇത് നൈസ് വണ്ടിയാണ്, നമ്മുടെ മോൻ്റെയിലുള്ളതാണ്. പക്ഷേ ഇതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ ഫോർച്യൂണർ ലെജൻഡറാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ പഴയ വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ സ്കോർപ്പിയോയുടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് എടുക്കുമായിരുന്നു. ഓക്കെ, സൂപ്പറാണ്, അതും എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് സ്കോർപ്പിയോയുടെ ഓക്കെ, കൊള്ളാം. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സ്കോർപ്പിയോയ്ക്കാണെങ്കിൽ നല്ല കൺട്രോളും ഉണ്ട്, പിന്നെ നല്ല സേഫ്റ്റിയാണ്. ഓക്കെ, നമ്മുടെ ടൊയോട്ടയ്ക്ക് നല്ല സേഫ്റ്റിങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി പോലും അറിയത്തില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല സേഫ്റ്റിയാണ്. ഓക്കെ, മഹീന്ദ്രയും സൂപ്പറാണ്. ഓക്കെ, പക്ഷേ എനിക്കെന്താണെന്നോ എനിക്ക് ആ വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ക്ലാസിക്കും കിടപ്പുണ്ട്. ഓക്കെ, പക്ഷേ ഇത് രണ്ടും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല സത്യത്തിൽ. എനിക്ക് രണ്ടും ഒരേപോലെ ആയിട്ടാണ് തോന്നണം. ഓക്കെ, വലിയ വ്യത്യാസം വല്ലതും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കെന്തായാലും ഈ ബൊലേറോയുടെ അകത്തൊന്നും കൂടെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, എൻ്റെ ആൾ ഈ ബൊലേറോ നൈസായിട്ടുണ്ട്, നല്ലൊരു വണ്ടിയൊക്കെയാണ്. പക്ഷേ ഇതിനേക്കാളും ഒരാളറിയാൻ തട്ടിയത് കുഴപ്പമില്ല. പക്ഷേ ഈ ബൊലേറോയെക്കാളും നല്ലതെന്ന് വെച്ചാൽ മറ്റേ സ്കോർപ്പിയോ ആയിരുന്നു. ഓക്കെ, സ്കോർപ്പിയോ ആണെങ്കിൽ പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യണം, ഇതിനേക്കാളും വലുത് മറ്റേ സ്കോർപ്പിയോ ആയിട്ട് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, ഈ വണ്ടിയെക്കാളും കുറച്ചുകൂടെ വലിപ്പം അതിനാണെന്ന് തോന്നുന്നു ആ സ്കോർപ്പിയോക്ക്. ഓക്കെ, പക്ഷെ എനിക്ക് ചെറുതായിട്ട് ആ ഇൻറ്റീരിയറിലൊക്കെ ഇരിക്കുമ്പോൾ ചെറുതുപോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യണം. ഓക്കെ, അതെന്താണെന്തോ, എന്നാലും ബലേറയും കൊള്ളാം. അത്യാവശ്യം നല്ല കൺട്രോളുണ്ട്. ഇനി ക്ലാസിക്കിൽ എന്തൊരു വ്യത്യാസമുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ക്ലാസിക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്ലാസിക് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുറഞ്ഞ വേരിയൻ്റാണ്. ഓക്കെ, നമ്മുടെ S11 ആണ് കുറച്ചുകൂടെ കൂടിയത്. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള ബ്രേക്ക് ടെസ്റ്റും ബാക്കി സാധനങ്ങളൊക്കെ സൂപ്പറാണ്. ഓക്കെ, പക്ഷേ എനിക്കിതെന്തോ വലുതായിട്ടങ്ങ് ഇത് എടുത്തില്ല. ഓക്കെ, മറ്റേ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ഫോർച്യൂണർ. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തായാലും മോൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടിങ്ങളൊക്കെ അങ്ങ് ഉറപ്പിക്കുക. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും വണ്ടിങ്ങളൊക്കെ പോയി ബുക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും നമ്മുടെ അച്ഛനുങ്ങളൊക്കെ ഫൈനലി എന്തായാലും വണ്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സെലക്ട് ചെയ്യുക മാത്രമല്ല ആ സ്പോട്ടി അച്ഛൻ എന്തായാലും ഫുൾ ക്യാഷ് എന്തായാലും അയാളുടെ കയ്യിൽ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും വണ്ടികളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എടുത്ത മോഡലെന്ന് വെച്ചാൽ ഇതാണ്. എന്നുവെച്ചാൽ ഈ ഒരു ഷോറൂമിലും പിന്നെ ഈ ഒരു സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത് കുറച്ച് സത്യത്തിലുള്ളൂ. എന്തായാലും ഇത് സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിപ്പിച്ച ഒരു സ്പെഷ്യൽ എഡിഷനായിട്ടുള്ളൊരു ഫോർച്യൂണറാണ്. വെച്ചാൽ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കാണാനായിട്ട് ഒടുക്കത്തെ ലുക്കായിരുന്നു. ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് ഇത് എടുത്തത് തന്നെ. നല്ല രസമുണ്ട് ഈ വണ്ടി കാണാനായിട്ടൊക്കെ. ഫോർച്യൂണർ ലെജൻഡറാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നല്ല ഹൈ കൺട്രോളും കാര്യങ്ങളൊക്കെ ആണൊക്കെ. അതേപോലെ തന്നെ ഇത് സ്പെഷ്യൽ എഡിഷനാണ്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഏറ്റവും കൂടിയ മോഡലും കാര്യങ്ങളൊക്കെ ആണ് കേസ് ഇതെന്ന് വെച്ചാലൊക്കെ. ഇതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലായിട്ടുള്ളൊരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ കാണാനായിട്ട് പിന്നെ നല്ലൊരു സ്പോട്ടി ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇതൊന്ന് ഓടിച്ചു നോക്കാം. അച്ഛൻ എന്നാലും എന്തോ പേപ്പർ വർക്ക്സും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ വണ്ടി അങ്ങ് വാങ്ങിച്ചല്ലോ, ഒറ്റ പീസേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് അടുത്ത മാസം എന്തോ വരത്തുള്ളൂ ഞാൻ എൻ്റെ അടുത്ത മോഡൽ. ഓക്കെ, എൻ്റെ മോൻ ഇതിൻ്റെ ഇൻറ്റീരിയർ നൈസായിട്ടുണ്ട്. എൻ്റെ ആകുമ്പോൾ ഇൻറ്റീരിയർ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തേക്കണേ. അച്ഛൻ ആദ്യം എടുക്കാൻ പ്ലാൻ ഇട്ടത് മറ്റേ കാറാണ്. ഓക്കെ, നമ്മുടെ എൻഡവർ. ഓക്കെ, പക്ഷെ അച്ഛൻ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ് അച്ഛൻ പറയണത്. ഓക്കെ, എന്തായാലും ഇത് കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുള്ളല്ലാതെ തന്നെ ക്യാഷ് വെച്ചാണ് വണ്ടി വാങ്ങിച്ചു. ഓക്കെ, ഇനി അടുത്ത വണ്ടി ഏതായിരിക്കും എന്താ അത് അച്ഛനെ അറിയാമല്ലോ. ഓക്കെ, എന്തായാലും ഇതെന്തായാലും നൈസ് വണ്ടികളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അച്ഛൻ എന്തായാലും വരട്ടെ. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും അച്ഛൻ എന്തായാലും വരട്ടെ. അച്ഛൻ എന്തായാലും അവിടെ എന്തായാലും എന്തോ പേപ്പർ വർക്ക്സും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് എന്തായാലും അച്ഛനെ എന്തായാലും പോയി വിളിച്ചിട്ട് എന്തായാലും ഞാൻ എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെന്തായാലും ഈ ഒരു ഫോർച്യൂണർ നമ്മളെന്തായാലും പർച്ചേസ് ചെയ്തേക്കാണ്. ഓക്കെ, നമ്മുടെ അച്ഛൻ എന്തായാലും ഫൈനലി ഈ ഒരു ഫോർച്യൂണർ കണക്ക് വാങ്ങിച്ചേക്കണം. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി ഈ വണ്ടിയോടൊപ്പം. എന്ന് വെച്ചാൽ നല്ല ലുക്കാണ് ഈ വണ്ടി കാണാനായിട്ടൊക്കെ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, പക്ഷെ അത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. നമുക്കാണെങ്കിൽ ഒരു ലെജൻഡർ കൂടെ എടുക്കുക, ഇതേപോലത്തെ സെയിം മോഡൽ തന്നെ എടുക്കുക. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ്, ഏറ്റവും ഫുൾ ആക്സറീസ് എടുത്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ ബ്ലാക്ക് ആണ്. അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ കാണാനായിട്ട് നൈസ് വണ്ടിയാണ്. നമ്മളങ്ങനെ ഇതങ്ങനെ ഫൈനലി പർച്ചേസ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ അച്ഛൻ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു റൗണ്ട് ഫുൾ ഓടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി നമുക്ക് ഓടിക്കും. ഓക്കെ, അച്ഛൻ എന്തായാലും എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നമുക്ക് വണ്ടി കൊണ്ട് പോകാമോ? അതിനെന്താ മോനെ, നമുക്കിപ്പോൾ തന്നെ അങ്ങ് വീട്ടിൽ പോയേക്കോ. നൈസ് വണ്ടി. എനിക്ക് ഇപ്പോഴും ഓടിച്ച് കൊതി തീരുന്നില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് നീ ഓടിക്കാൻ തരണേ. അച്ഛാ ഞാനും കൂടെ ഒന്ന് ഓടിക്കട്ടെ. നൈസ് വണ്ടി. ഓക്കെ ഓക്കെ, നല്ല വണ്ടികളൊക്കെയാണ്, അത്യാവശ്യം നല്ല രസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ഇവിടെ നിന്ന് വീട്ടിൽ പോകണ്ട അച്ഛാ. നമുക്ക് നേരെ അങ്ങ് കുറച്ച് നേരം ചില്ല് ചെയ്യാനായിട്ട് ബീച്ചിൽ പോയാലോ? അതിനെന്താ മോനെ, ഭയങ്കര ചില്ല് ചെയ്യണമെന്നൊരാഗ്രഹം. പുതിയ വണ്ടി എടുത്തോണ്ട്. നല്ല വണ്ടി. നമുക്കിത് വെച്ചിട്ടൊരു ഓഫ് റോഡ് ചെയ്യണ്ടേ മോനെ? പിന്നെന്താ അച്ഛാ, ഓഫ് റോഡൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ വണ്ടി ഓർണം ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയല്ലേ. സാരമല്ല മോനെ, ആ വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ അച്ഛൻ നിനക്ക് ഇതേപോലെ തന്നെ സെയിം മോഡല് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചു തരാടാ. അങ്ങനെയൊക്കെ വിചാരിക്കണേ. ശരിയോ? പിന്നെന്താ, ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. ഇതേപോലെ തന്നെ അടിപൊളി ഫോർച്യൂണർ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇത് നിനക്ക് ഇഷ്ടപ്പെടാം. പിന്നെ അല്ലാതെ കിടുക്കാച്ച വണ്ടിയല്ലേ. അയ്യോ അച്ഛാ, നമ്മുടെ എൻഡവർ എടുത്തില്ല. അത് കുഴപ്പമില്ല, നീ വണ്ടി ലോക്കൊക്കെ ചെയ്ത് കീയൊക്കെ എടുത്തല്ലോ. അതൊക്കെ ഞാൻ ചെയ്തു. വണ്ടി അവിടെ ഇട്ടിട്ട് അല്ലേ ബാക്കി ഈ വണ്ടിയിലോട്ട് ഞാൻ കടന്നത്. അത് പിന്നെ എല്ലാം പോയി എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ബീച്ചിലോട്ടാണ് വേണം. കുറച്ച് നേരം അങ്ങ് ചില്ലൊക്കെ ചെയ്യാൻ ഗൈസ്. നല്ലൊരു കിടിലൻ വണ്ടികളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഇൻറ്റീരിയർ നൈസാണ്, നല്ല കൺട്രോളുണ്ട്. ഓക്കെ, ഇതേപോലെ നല്ല സേഫ്റ്റി ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ എക്സ്ട്രാ എയർ ബാഗ്സ് അങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞു. ഓക്കെ, അല്ല ഇതിന് എക്സ്ട്രാ എയർ ബാഗ്സ് എന്തോ ഉണ്ടല്ലോ. ഉണ്ട്. ഇതിന് ഫ്രണ്ടിൽ എയർ ബാഗ് ഉണ്ട്, പിന്നെ ഡോറിൻ്റെ അവിടെ എയർ ബാഗ് ഉണ്ട്,
പിന്നെ ബാക്ക് സൈഡിൽ എയർ ബാഗ് ഉണ്ട്. അങ്ങനെ കുറേ വലിയ 5-6 കുറേ എയർ ബാഗുകൾ ഈ വണ്ടിക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് സ്പെഷ്യൽ മോഡലാണ്. ഇത് സത്യത്തിൽ ഇവരുടെ തന്നെയുള്ള കമ്പനി വെച്ച് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ എഡിഷനാണ്. അതെനിക്കറിയാം അച്ഛാ. എന്തായാലും നൈസ് വണ്ടിയുടെ ഉണ്ടല്ലേ. പിന്നെ എന്താ കിടുക്കാച്ച വണ്ടിയല്ലേ. നീ വണ്ടിയുടെ സൈഡിലോട്ട് അങ്ങ് ചവിട്ടി നിർത്ത്. ഓക്കെ, ഞാനങ്ങനെ ഫൈനലി ഇങ്ങനെ വണ്ടി അങ്ങനെ ഇവിടെ ചവിട്ടി നിർത്തിയേക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസാണ് ഇന്നത്തെ വീഡിയോകളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫോർച്യൂണർ കംപ്ലീറ്റ്ലിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫുള്ളായിട്ടുള്ളൊരു ചെറിയൊരു പാട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എന്തായാലും എൻ്റെ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും അതിലോട്ട് എന്തായാലും കിടക്കും. ഓക്കെ, അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ. ഓക്കെ, അപ്പോൾ അതിലൂടെ കടന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Let me see her.